വിഷുവിന് മുന്നോടിയായി വൻതോതിൽ അനധികൃത പടക്ക കച്ചവടം നടക്കുന്നതായി വ്യാപാരികൾ. സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ പടക്ക കച്ചവടം തടയുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. വ്യക്തികളും വഴിയോര കച്ചവടക്കാരും നടത്തുന്ന അനധികൃത പടക്ക കച്ചവടം ലൈസൻസോടെ നടത്തുന്നവരെ പ്രതിസന്ധിയിലാക്കുകയും അപകടങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശിവകാശി കേന്ദ്രമായാണ് അനധികൃത പടക്ക കച്ചവടം നടക്കുന്നത്. ശിവകാശിയിൽ നിന്നും പടക്കം കയറ്റി വന്ന ലോറിയാണ് നടത്തറയിൽ പൊട്ടിത്തെറിച്ചത്. അനധികൃതമായി പടക്കം കൊണ്ടുവന്ന മറ്റൊരു വാഹനത്തെ അസോസിയേഷൻ പ്രവർത്തകൻ ഇടപെട്ടതുകൊണ്ട് പാലക്കാട് സൗത്ത് പോലീസ് പിടികൂടി. ഒരാൾക്ക് 100 കിലോ പടക്കങ്ങൾ വാങ്ങാമെങ്കിലും പടക്കം കൊണ്ട് യാത്ര ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ ഒന്നിലധികം ലൈസൻസോടെ ശിവകാശിയിൽ പ്രവർത്തിക്കുന്ന പടക്ക വ്യാപാരികളിൽ നിന്നും ലൈസൻസ് ഇല്ലാത്തവർ വൻതോതിൽ കടത്തുന്നുണ്ട്. അതിർത്തികളിൽ ചെക്ക് പോസ്റ്റ് ഇല്ലാതായതോടെയാണ് അനധികൃത പടക്ക വ്യാപാരം സജീവമായത്. ഞങ്ങളുടെ വിഷു കച്ചവടമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സീസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പടക്കത്തിനെ സംബന്ധിച്ചോളം പാലക്കാട് ജില്ലയിൽ വിഷു കച്ചവടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം. അപ്പോൾ ഈ വിഷു അടുത്ത് വരുമ്പോൾ ശിവാജിയിൽ നിന്ന് വളരെയധികം ഓൺലൈൻ വഴി പടക്കം ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രവർത്തനം വളരെ നാൾ മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ശരിക്കും സുപ്രീം കോടതി 2018 നിരോധിച്ചിട്ടുള്ളതാണ്. അത് നടപ്പിലാക്കി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ 2023 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇന്ററിം ഓർഡർ ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും മറ്റു മേലധികാരികളോടും ഈ ഓർഡർ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം ആ ഇന്ററിം ഓർഡറിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴും ഇത് നിർലോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതേമാതിരി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കർശന നിരോധനം ഉണ്ടായിട്ടും മേലധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒരു അഭ്യർത്ഥന, ഞങ്ങൾ ഇത് എല്ലാ പബ്ലിക്കും അറിയുന്നതിന് വേണ്ടി, ഇത് നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. ഇത് ഒരിക്കലും മേടിക്കാൻ സാധിക്കില്ല, മേടിക്കാൻ പാടില്ല ഓൺലൈൻ വഴി. അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ തേടുകയാണ്. വിഷു വിപണി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലൈസൻസ് വ്യാപാരികളെ ഇല്ലാതാക്കുന്നതാണ് അനധികൃത പടക്ക വ്യാപാരം. നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അനധികൃത വ്യാപാരം തടയണമെന്ന ആവശ്യം അധികൃതർ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അനിൽ വത്സൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.